ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കറിവേപ്പില നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണല്ലേ. മലയാളികൾക്ക് കറിവേപ്പില ഇല്ലാതെ ഒരു ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ. അപ്പോൾ വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ കറിവേപ്പില നമുക്ക് മെയിനാണല്ലേ. അപ്പോൾ ഈ കറിവേപ്പില നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ എങ്ങനെ വീട്ടിൽ സൂക്ഷിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കറിവേപ്പില നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പില നല്ല ഫ്രഷായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുന്നത്. ഇനിയാണ് കേട്ടോ നമ്മുടെ മെയിൻ. അപ്പോൾ നമ്മളൊരു ബോട്ടിലെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെ ബോട്ടിലെടുക്കണം, പ്ലാസ്റ്റിക് ബോട്ടിൽ പറ്റൂല കേട്ടോ. അപ്പോൾ ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലെടുത്തിട്ട് നമ്മൾ ഈ കഴുകി വെച്ച കറിവേപ്പിലല്ലേ, അത് വെള്ളം തോർന്നിട്ട് നമുക്ക് ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില നമുക്ക് ഊരിയിട്ടും ബോട്ടിലിട്ട് വെക്കാം, അതേപോലെ തണ്ടോട് കൂടിയിട്ടും ബോട്ടിലിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു മാസത്തോളം അത് നല്ല ഫ്രഷായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, നല്ല റിസൾട്ടാണ്. ആദ്യമൊക്കെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാട്ടോ ഇട്ട് ചെയ്യുന്നത്. അത് കുറേയൊക്കെ നിൽക്കും കേട്ടോ, 2 ആഴ്ചത്തോളമൊക്കെ നിൽക്കും. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ നിൽക്കും കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇല്ലാത്തവരൊക്കെ ഒന്ന് ഇങ്ങനെ പരീക്ഷിക്കാം കേട്ടോ. അപ്പോൾ വീട്ടുമുറ്റത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കറിവേപ്പില ഇല്ലാത്തവരും അതേപോലെ വിദേശത്ത് കറിവേപ്പില കിട്ടൂലല്ലോ, അങ്ങനത്തെവർക്കൊക്കെ അത് പരീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. ഇതേപോലെ ചെയ്താൽ ഒരു മാസത്തോളം നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടും കേട്ടോ. അപ്പോൾ കറിവേപ്പില വെച്ച് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.